ഹായ്. അയ്യോ ഈ ഒരു ബസ് മൊത്തം നമുക്ക് കാണാം, ആരും ഇല്ലേ? ഓ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് നമ്മുടെ പണിക്കേഴ്സ് ട്രാവൽസ് കുറേ കാണാം. അപ്പോൾ ഡൽഹി ഫുള്ള് ഇവരുടെ പാക്കേജിലാണ്. ഒരാൾക്ക് 600 രൂപ പറഞ്ഞതിനകത്ത് 550 രൂപയ്ക്ക് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ കിട്ടും, സമയത്തിനനുസരിച്ച് തിരക്കിനനുസരിച്ച്. അപ്പോൾ ഇന്ന് ഫുള്ള് ഇവരുടെ കൂടെ കറങ്ങാമെന്നുള്ള പരിപാടിയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഹരിപ്പാടുകാർ നടത്തുന്ന ഒരു കടയുണ്ട് കേട്ടോ, കേരള ഫുഡ്. അത്യാവശ്യം ഫുഡ് നല്ല ഫുഡ്, ഞങ്ങളെല്ലാം കൂടി ഞാൻ ഫുഡ് കഴിച്ചു, കുഴപ്പമില്ല. പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കരോൾ ബാഗിലാണ്. നമ്മൾ താമസിക്കുന്നത് ന്യൂഡൽഹിയിലായിരുന്നു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരോൾ ബാഗിലേക്ക് നമുക്ക് ഏകദേശം 100-150 രൂപയുടെ ഈ ഇലക്ട്രിക് ഓട്ടോ റിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാൻ പറ്റും. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അവർ രാവിലെ തന്നെ എത്താൻ പറഞ്ഞിരുന്നു. 8 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വണ്ടി പരിചയപ്പെടുത്താം. ഇലക്ട്രിക്കലിൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടോ. ഇത് നമ്മളെല്ലാ സ്ഥലത്തും ഡൽഹിയിൽ ഇഷ്ടംമാതിരി കണ്ട ഈ വണ്ടിയാണ്. വളരെ പ്രയോജനപ്പെടുന്ന ഒരു വണ്ടിയാണ്. 1,80,000 രൂപയുടെ വണ്ടിയായി കിടക്കുന്ന കേട്ടോ. സൂപ്പർ അല്ലേ? ലിഥിയം അയൺ ബാറ്ററി ഇതിനകത്തുണ്ട്. എനിക്ക് ലിഥിയം അയൺ ബാറ്ററി, സെറ്റപ്പാണ്. 1, 2, 3, 4 ഒരാൾ ഫ്രണ്ടിൽ വരുത്തും, 5 പേർക്ക് വരും. സെറ്റപ്പ് സാധനം. യാത്രി സൂപ്പർ. ഇത് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞു പുതിയ വണ്ടി എടുത്താണ് പുള്ളിക്കാരൻ. എൻ്റെ ബാഗിന് अभी सिंगल कर दिया, लिथियम 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 आयन कर दिया. पहले अपना दूसरा बैटरी आता था ना, ये फाइनेंस कराया आपने. कैश में कितने का? कैश में जैसे 2 लाख से ऊपर पड़ेगा. ഇവിടെ ഒരു ചെറിയ कितने जमा करने वाले? ये बॉक्स है कुछ डब्बा रखने के लिए. हाँ ये लेके आए हैं. वाला 180 का पहले जब आया था ना. नहीं अभी वो लिथियम आयन बैटरी कर दिया, इसलिए बैटरी की कीमत है इसकी जाती है. एलॉय व्हील है. इसका मोटर किधर है? अंदर हो इसके पीछे, इसके अंदर हो. पहले बाहर था ना, अभी अंदर कर दिया. खुद ही चलाओगे ना? नहीं ये सब लगा क्या रहा है कि अपन को लगाना पड़े? कंप्लीट है ना? ये पूरा पैकेज है. अच्छा ये बरसात के लिए. हाँ ठीक है. मतलब बाहर से कुछ करना नहीं पड़ा आपको? कुछ नहीं करना पड़ा. ऐसे करके लिए लाइटें जलाओ. अच्छा पीछे ऊपर छत पे, और छत पे भी है उधर. इसमें भी. हाँ ओके. ये कंपनी नेम का नाम ही यात्री करके है क्या? यात्री सुपर. चार्ज कितने घंटे में चार्ज हो जाता होगा? 3 घंटे में. हाँ आप 3-4 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആകും. ഏകദേശം 100 കിലോമീറ്റർ ആണ് ഇവർ പറയുന്നത്. അത്യാവശ്യം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം 100 കിലോമീറ്റർ അത്യാവശ്യം നല്ല ഇത് തന്നെയാണ്. പിന്നെ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് പെട്രോളും കത്തി പോകത്തില്ല. എല്ലാവരുടെ കയ്യിലും അവിടെ ഇരിക്കുന്ന ഈ വണ്ടിയാണ്. ആരാംസെ അല്ല 5 പേർക്ക് യാത്ര ചെയ്യാം. നമ്മൾ നിൽക്കുന്ന സ്ഥലം കരോൾ ബാഗിനടുത്താണ് കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് വണ്ടികളുടെ ഏരിയ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ഇതാണ് പണിക്കേഴ്സ് ട്രാവൽസ്. അവരുടെ ബസ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ പോവുക. ഇതാണ് അവരുടെ ഓഫീസ് കേട്ടോ. ഓഫീസ് നേരെ ഇറങ്ങിയാൽ നമ്മൾ പണിക്കർ ട്രാവൽസ് കാണാം. ഇവിടെ തന്നെ ഹായ് ഹായ്. അയ്യോ ഈ ഒരു ബസ് മൊത്തം നമുക്ക് കാണാം, ആരും ഇല്ലേ? ആഹാ ഈ ഒരു ബസ് മൊത്തം നമുക്കാ. നേരെ എന്നാൽ കേരളത്തിൽ വിട്ടാൻ പറയാം. നമുക്ക് ഇങ്ങനെ 10-10 പോകാമായിരുന്നു. അത്യാവശ്യം നല്ല വലിയ വണ്ടിയായിരുന്നു. ഏകദേശം നല്ല സുഖമായിരുന്നു. AC ബസ്സായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വോൾവോ ബസ് തന്നെയാണ്. കരോൾ ബാഗിൽ നിന്ന് രാവിലെ തന്നെ അവർ ടൈമിങ്ങിൽ എടുത്തു. 1-2 സ്ഥലത്ത് അവർക്ക് കളക്ഷൻ പോയിന്റ് ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്യും. ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഹൗസാണ്. കേരള ഹൗസിൽ നിന്ന് അവർക്ക് കളക്ഷൻ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കരോൾ ബാഗിൽ വരിക. കരോൾ ബാഗിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇവരുടെ വാട്സപ്പ് നമ്പറും ഗ്രൂപ്പ് എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സീറ്റ് ബുക്ക് ചെയ്യും. അഡ്വാൻസ് ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡെയിലി സർവീസ് ഉണ്ട്. പിന്നെ അവർക്ക് ഇത് മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് പാക്കേജ് അവർ ചെയ്യുന്നുണ്ട്. പണിക്കേഴ്സ് ട്രാവൽസ് അത്യാവശ്യം നല്ല ട്രസ്റ്റ് ആൻഡ് റിലയബിൾ ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ വണ്ടി സർവീസ് കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. അപ്പോൾ കരോൾ ബാഗിൽ നിന്ന് നേരെ വണ്ടി എടുത്തു. ഏർലി മോർണിംഗിൽ അവർ ട്രാഫിക് ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത് നേരെ പോകുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിലോട്ടാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇന്ത്യ ഗേറ്റ് കണ്ടിരുന്നു. നൈറ്റിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇന്ന് പകൽ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു ഡൽഹി ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണാടി കൊടയാ? കണ്ണാടിയും കൊടയും മേടിച്ചരാവേ. പ്രാവ് കണ്ടവനെ ടയർ മേടിക്കണ്ടിയോ? കണ്ടാ നീ ഇതൊക്കെ? ദീജുണ്ടോ അവന്? എടാ നോക്കടാ, ഈ ഹനുമാൻ ഈ നോക്ക്. നോക്ക് മോനെ. ഓ പകുതി കൊണ്ടുള്ളൂ. എന്നെ വലിയ ഹനുമാനാ? ആരാ? അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പോകുന്നത് ഈ എംബസികളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം കുറേ കേരള ഹൗസ് അങ്ങനെയുള്ള കുറേ ഏരിയകളുണ്ട്. അപ്പോൾ കേരള ഹൗസിൽ നിന്ന് പിക്കിംഗ് ഉണ്ടായിരുന്നു, അവർക്ക് പിക്കപ്പ് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ഓർഡർ കൊടുത്താലും അത് അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് അവിടെ വരാൻ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഈ വണ്ടിയിൽ കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയിരുന്നു. അതിൻ്റെ മനോഹാരിത ഒരു പ്രത്യേകമാണ്. നൈറ്റിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ അങ്ങനെ ഇതിപ്പോൾ കാണുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ആസ്ഥാനമാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം, ഹെഡ് പോസ്റ്റ് ഓഫീസല്ല, പോസ്റ്റ് ഓഫീസിൻ്റെ നമ്മുടെ ആസ്ഥാനമാണ് ഇപ്പം നമ്മളവിടെ നിന്ന് കണ്ടത്. അവിടെ നിന്ന് നമ്മളങ്ങനെ നേരെ പോയിട്ട് നേരെ അവർ വണ്ടി പാർക്ക് ചെയ്യും. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ നടന്നു പോകാനുണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടമെങ്കിലും വന്ന് കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ കുറേ ഏറെയുണ്ട്. കാരണം നമ്മൾ ഈ എന്താ പറയുക, ശരിക്കും നമ്മൾ ടി വിയിൽ മാത്രം കണ്ട സ്ഥലങ്ങൾ നേരി കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ തലസ്ഥാനം കൂടിയല്ലേ. ഉമ്മ എന്തോ അത്യാവശ്യ കാര്യം നോക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. മോൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പം മോനെ നോക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പം ഇന്ത്യ ഗേറ്റിലെ പകലിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. ഈ അണ്ടർഗ്രൗണ്ട് പാസിൽ കൂടെ പാസ് ചെയ്തിട്ട് വേണം നമുക്ക് അതിപ്പം മുന്നോട്ട് പോകാനായിട്ട്. അവിടെ ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ ഇറങ്ങിയ ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പം ഇതിൽ പ്ലേ ചെയ്യാം. താല്പര്യമുള്ളവർ കാണുക. അത് എന്താ കഥ? നീ ഇവിടെ കിടന്ന് നിരങ്ങുക. ഞങ്ങൾ പോവാ.